ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. പ്രായഭേദമന്യേ എല്ലാവരും വാത്സല്യ രൂപത്തിൽ ആരാധിക്കുന്ന ദേവസങ്കല്പമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാൻ തൻ്റെ ഭക്തരോടൊപ്പം ഉണ്ട്. എല്ലാ ചരാചരങ്ങളും ദൈവത്തിന് മുന്നിൽ ഒന്നാണെങ്കിലും ചില നക്ഷത്രക്കാരിൽ ഭഗവാന്റെ സാന്നിധ്യവും അനുഗ്രഹവും അല്പം കൂടുതലായിരിക്കും. ഭഗവാന്റെ പേര് പറയുമ്പോൾ തന്നെ സന്തോഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭഗവാന്റെ അനുഗ്രഹം എന്നെന്നും ഏത് സമയത്തും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. അതിലുപരി ഭഗവാൻ ഏത് ആപത്തിലും ഇവർക്ക് തുണയായി നിൽക്കുന്നു. ആദ്യത്തേതാണ് കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ജനനം മുതൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നു. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിലനിൽക്കുന്നു. ജീവിതത്തിലെ എല്ലാ ദോഷഫലങ്ങളെയും ഭഗവാൻ തട്ടി നീക്കുന്നു. എല്ലാ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം ഇവരോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. അടുത്തത് പൂരം. പൂരം നക്ഷത്രക്കാർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവുന്നുണ്ട്. ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായി മാറുന്നതിന് ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഏത് അത്യാപത്തിലും ഭഗവാൻ ഇവരോടൊപ്പം ഉണ്ടാവുന്നുണ്ട്. ജന്മനാ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഇവരോടൊപ്പം ഉണ്ടാവുന്നു എന്നതാണ് സത്യം. ദുഃഖ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. അടുത്തതാണ് തിരുവാതിര. ഏത് ആപത്ഘട്ടത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാരോടൊപ്പം ഉണ്ടാവുന്നുണ്ട്. വളരെയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യത്തിലും ഭഗവാന്റെ തുണ ഇവരോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. ജന്മന ഇവരുടെ ജീവിതം സന്തോഷത്തിൻ്റെതാക്കുന്നതിന് ഭഗവാന്റെ തുണ എപ്പോഴും ഉണ്ടാകുന്നു. നിത്യവും ഭഗവാനെ ആരാധിക്കുക. അടുത്താണ് ആയില്യം. ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും ഒഴിവാക്കുന്നതിന് ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. മനമുരുകിയുള്ള പ്രാർത്ഥന സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഏത് താഴ്ചയിലും ഭഗവാൻ നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. തുളസിമാല സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അടുത്തത് മകം. ഏത് ആപത്ഘട്ടത്തിലും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്യാഴാഴ്ച ദിനങ്ങളിൽ പാൽപായസം വഴിപാടായി സമർപ്പിക്കുന്നതും നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. ജന്മനാ ഭഗവാന്റെ അനുഗ്രഹവും സാന്നിധ്യവും ഇവരിൽ ഉയർച്ച കൊണ്ടുവരുന്നുണ്ട്. അടുത്തത് ഉത്രാടം. ഉത്രാടക്കാരുടെ ജീവിതത്തിലെ ഏത് ദുരിതത്തെയും ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെയാണ്. നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. എപ്പോഴും നിങ്ങളെ കൈപിടിച്ച് ആപത്തിൽ നിന്ന് ഉയർത്തുന്നതിന് ഭഗവാൻ കൂടെ ഉണ്ടാകും. അടുത്തത് ഉത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് അവരുടെ ജന്മനാ തന്നെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട്. ഏത് ആപത്ഘട്ടത്തിലും ഭഗവാനെ വിളിക്കുന്നതിലൂടെ ഇവർക്ക് എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങളും അകറ്റി നല്ലൊരു ജീവിതം ലഭിക്കുന്നുണ്ട്. ഐശ്വര്യവും സന്തോഷവും ഭഗവാൻ ഇവരുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു. എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും തോൽപ്പിക്കുന്നതിന് ഭഗവാൻ ഇവരോടൊപ്പം ഉണ്ടാവുന്നുണ്ട്. വ്യാഴാഴ്ച ദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അടുത്തത് മൂലം. മൂലം നക്ഷത്രക്കാർക്ക് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതം തന്നെ മാറി മറിയുന്നു. എല്ലാ വിധത്തിലും ഇത് ആപത്തിൽ നിന്നും ഭഗവാൻ ഇവരെ സംരക്ഷിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങളെയും പ്രതിരോധിക്കുന്നതിന് ഭഗവാൻ ഇവരോടൊപ്പം ഉണ്ടാകുന്നു. അത്ഭുത ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഏത് അത്യാപത്തിൽ നിന്നും മാറി ജീവിതം ശുഭകരമാകുന്നതിന് ഇവരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. അടുത്തത് ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങൾ ജീവിതത്തിൽ ഭഗവാൻ നൽകുന്നു. ഒരു തരത്തിലും ദോഷഫലങ്ങൾ ഇവരെ ബാധിക്കുകയില്ല. ജീവിതത്തിലെ ദുരിതങ്ങൾ പോലും ഇവരെ തെല്ലും പിടിച്ചു കുലുക്കുകയില്ല. അത്രയേറെ ഇവരിൽ ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നുണ്ട്. എല്ലാ ദുരിതങ്ങളെയും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാ തരത്തിലും ഇവരോടൊപ്പം ഉണ്ടായിരിക്കും. അടുത്തത് രോഹിണി. രോഹിണി നക്ഷത്രം തന്നെ ഭഗവാന്റെ നക്ഷത്രമാണ്. ഇത് ശുഭകരമായി കണക്കാക്കുന്നു. ഏത് സമയം ഭഗവാന്റെ സാന്നിധ്യം ഇവരോടൊപ്പം ഉണ്ടാവുന്നു. എന്ത് കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴും ഭഗവാനെ മനസ്സിൽ ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഭഗവാൻ ജീവിതത്തിൽ അത്ഭുതം കാണിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അടുത്തത് അവിട്ടം. അവിട്ടം നക്ഷത്രക്കാർക്കും ജീവിതം ഭഗവാൻ മാറ്റിമറിക്കുന്നു. എല്ലാ ദിനവും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു.
ജന്മന ഇവരോടൊപ്പം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. ഒരിക്കലും ഭഗവാനെ വിസ്മരിച്ച് ഒരു കാര്യവും ചെയ്യരുത്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.